ഹായ്, ഞങ്ങളുടെ എൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ്. ഞാനും മക്കളും അമ്മയും കൂടിയാണ് പോകുന്നത്. ഇപ്പം സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ബസ്സുണ്ട്. അങ്ങനെ ബസ്സിന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്നോളൂ, എറണാകുളം വരെ പോയേക്കുവാണ്. ഹായ്, ബസ്സിലാണോ പോകുന്നത്? എന്താ ബസ്സിൽ പോണേ? കളച്ചുറ്റി പോയിട്ട് വരുമോ? എന്ന് വരും? ആണോ? ശരി. 5 മണിക്കാണ് ബസ്സെന്നാണ് പറഞ്ഞിരിക്കണത്. ഞാൻ ഇവിടെ 4:45 ഞങ്ങൾ ഇറങ്ങി. കുറച്ച് 5 മിനിറ്റ് നടപ്പുണ്ട് കേട്ടോ ബസ് കയറാനായിട്ട്. അപ്പം എനിക്ക് തക്കടൂരൊക്കെ ഭയങ്കര ഇഷ്ടം ബസ്സിൽ പോകണത്. കാര്യം പ്രൈവറ്റ് ബസ്സിലാണ് ആദ്യം കയറേണ്ടത്. പ്രൈവറ്റ് ബസ് എന്തായാലും പാട്ടൊക്കെ ഇട്ടേ അവർ കൊണ്ടുപോകത്തുള്ളൂ. അവനാണെങ്കിൽ ഫ്രണ്ടിൽ കയറിയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നേരത്തെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന്. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ ബസ് വന്നത് 5:10 ആയി വന്നപ്പോഴത്തേക്ക്. ഈ തക്കടൂരിനെ കൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റിയല്ലോ. എവിടെ നിന്നാലും ഈ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ബസ് വന്നു. അധികം തിരക്കൊന്നും ഉണ്ടായില്ല. ഇത് ഹരിപ്പാട് വരെയുള്ള ബസ്സാണ്. അതുകൊണ്ട് നമുക്കിനി ഇടയ്ക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. അതേതായാലും ഭാഗ്യമായി. പറഞ്ഞ പോലെ തന്നെ അയനിക്കുട്ടൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. അവർ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളെല്ലാം കണ്ടു. ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ക്രേസാണ്. പ്രൈവറ്റ് ബസ്സിൽ കയറി ഫ്രണ്ടിൽ ഇരിക്കുകയും ചെയ്യും. പാട്ട് ഇടാനായിട്ട് പാട്ട് അവരെ കൊണ്ട് ഇടിക്കുകയും ചെയ്യും. ഇതാണ് വെറ്റ്ലാൻഡ്, ഹരിപ്പാട് വെറ്റ്ലാൻഡ്. നമ്മുടെ മമ്മൂട്ടി വന്ന് ഉദ്ഘാടനം ചെയ്തില്ല, അത് ഇവിടെയാണ്. ചായ പോലും കുടിക്കാതെ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. എനിക്കും വിശന്നിട്ട് വയ്യായിരുന്നു. തക്കടിന് പിന്നെ ചെറിയ സ്നാക്സ് കൊണ്ട് ഒപ്പിച്ചു. ആലപ്പുഴ എത്തിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ നേരം നിന്നിട്ടാണ് ഒരു ബസ് കിട്ടിയത്. അന്ന് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് കിട്ടിയത്. ബസ്സിൽ ഭയങ്കര റഷായിരുന്നു. അവസാനം ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് തിരക്ക് കുറഞ്ഞു. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് എത്തി. ഇടയ്ക്ക് വെച്ച് തന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വരുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും വാങ്ങിച്ച് വെക്കണേന്ന് പറഞ്ഞു. അല്ലെങ്കിലും എല്ലാ പെൺമക്കൾക്കും അങ്ങനെ തന്നെ. അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിക്കാൻ തോന്നും. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മയും പ്രമോദമൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമ്മ ചപ്പാത്തിയുടെ കൂട്ടാനും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രമോദ് ഹോട്ടലിൽ പോയി പൊറോട്ടയും ബീഫ്, ചിക്കൻ കറി ഇതെല്ലാം വാങ്ങിച്ചു. പക്ഷേ ഇതെല്ലാം എന്താ പറയുക, എടുത്തപ്പോൾ തന്നെ ഉള്ള വീഡിയോ എടുക്കാൻ മറന്നു. കാര്യം വിശപ്പിൻ്റെ വിളി കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം എല്ലാവരുമൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും വീട്ടിൽ എത്തിയപ്പോഴൊക്കെ ഉള്ള വിശേഷങ്ങൾ. ടാറ്റാ, ബൈ ബൈ.